കോച്ചായി നിയമിക്കപ്പെട്ടതിന് ശേഷം ഗൗതം ഗംഭീർ ഔദ്യോഗികമായി ഇന്ത്യൻ ടീമിനൊപ്പം ചേർന്നിട്ടൊന്നുമില്ലെങ്കിലും നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് ഗംഭീറിന്റെ ചില പരിഷ്കാരങ്ങളാണ്, ചില പുത്തൻ പരിഷ്കാരങ്ങളാണ്. ചില തീരുമാനങ്ങൾ BCCI തള്ളിയപ്പോൾ ചില തീരുമാനങ്ങൾ വിരാട് കോഹ്ലിയെ പോലുള്ള, ഹാർദിക് പാണ്ഡ്യയെ പോലുള്ള സീനിയർ താരങ്ങൾക്ക് പണിയാവാനും പോകുന്നുണ്ട്. അപ്പോൾ ഇക്കുറി നമുക്ക് ഗൗതം ഗംഭീറിന്റെ ചില പരിഷ്കാരങ്ങളിലേക്ക് ഒന്ന് നോണ്ടു കടക്കാം. ഗംഭീറിന്റെ പരിഷ്കാരങ്ങൾ. ഇന്ത്യൻ പരിശീലകനായി ചുമതലയേറ്റ ഗൗതം ഗംഭീറിന് തുടക്കത്തിൽ തന്നെ BCCIയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. നമുക്കറിയാം, തന്റെ സപ്പോർട്ട് സ്റ്റാഫിൽ ബൗളിംഗ്, ഫീൽഡിംഗ് പരിശീലകരായി ഗൗതം ഗംഭീർ നിർദ്ദേശിച്ച 5 പേരുകളും BCCI തള്ളിയത് കഴിഞ്ഞ ദിനങ്ങളിലാണ്. ഏറ്റവും ഒടുവിലായി ബൗളിംഗ് കോച്ചായി അദ്ദേഹം നിർദ്ദേശിച്ച സൗത്ത് ആഫ്രിക്കൻ പേസ് ബോളറായിരുന്ന മോണി മോർക്കലിന്റെ പേരാണ് BCCI തള്ളിയത്. അതോടെ വരാനിരിക്കുന്ന ശ്രീലങ്കൻ പര്യടനത്തിന് മുമ്പ് സഹപരിശീലകരെ കണ്ടെത്താമെന്ന ഗംഭീറിന്റെ പ്രതീക്ഷകൾക്കും തിരിച്ചടി ഏൽക്കുകയായിരുന്നു. നേരത്തെ ബോളിംഗ് പരിശീലക സ്ഥാനത്തേക്ക് ഗംഭീർ നിർദ്ദേശിച്ച പേരുകൾ വിനയ് കുമാറിന്റെയും ലക്ഷ്മിമതി ബാലാജിയുടെയും ഒക്കെ പേരുകളായിരുന്നു. അതുപോലെ ഫീൽഡിംഗ് പരിശീലക സ്ഥാനത്തേക്ക് അദ്ദേഹം ജോൺ ഡി റോഡ്സിന്റെ പേരും നിർദ്ദേശിച്ചിരുന്നു. ഇതൊക്കെയും BCCI തള്ളിയിരുന്നു. കോച്ചിനുമേൽ BCCI പിടിമുറുക്കുന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പരിശീലകൻ എന്ന നിലയിൽ അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം ഗംഭീറിന് കാര്യങ്ങൾ തീരുമാനിക്കാനാവില്ലെന്ന വ്യക്തമായ ഒരു സന്ദേശം തന്നെയാണ് BCCI ഇതിലൂടെ ഗംഭീറിന് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, മുമ്പ് ജോൺ റൈറ്റിന്റെ കാലത്തും അതുപോലെ ഗ്രെഗ് ചാപ്പലിന്റെ കാലത്തും അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു. ഭരത് അരുണിനെ രവിശാസ്ത്രി തെരഞ്ഞെടുത്തത്, ബോളിംഗ് കോച്ചായി തെരഞ്ഞെടുത്തത് BCCIയുടെ അനുവാദത്തിന് പോലും കാത്തു നിൽക്കാതെയായിരുന്നു. അതുപോലെ രാഹുൽ ദ്രാവിഡ് ആവട്ടെ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിലെ സഹപരിശീലകരായ പരസ് മാംബ്രയെയും T ദിലീപിനെയും തന്റെ ബോളിംഗ്, ഫീൽഡിംഗ് പരിശീലകരായി തെരഞ്ഞെടുത്തപ്പോഴും BCCI ആ സമയത്ത് എതിർത്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഗംഭീറിന്റെ കാര്യത്തിൽ സഹപരിശീലകനായി അഭിഷേക് നായരെ, കൊൽക്കത്തയിൽ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന അഭിഷേക് നായരെ വേണമെന്ന ആവശ്യം മാത്രമാണ് BCCI തത്വത്തിൽ അംഗീകരിച്ചിട്ടുള്ളത്. അതുപോലെ ലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ വിശ്രമം ആവശ്യപ്പെട്ടിരുന്ന രോഹിത് ശർമ്മയോട് തിരിച്ചു വന്ന് ടീമിനെ നയിക്കണമെന്നാണ് ഗംഭീർ ആവശ്യപ്പെട്ട മറ്റൊരു കാര്യം. ഗംഭീർ പരിശീലകനായ ശേഷമുള്ള ആദ്യത്തെ പരമ്പരയാണിത്. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റനായി രോഹിത് ശർമ്മ തന്നെ വരണമെന്നാണ് ഗംഭീർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കളിക്കാൻ തയ്യാറാണെന്ന് രോഹിത്തും അറിയിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. എന്നാൽ വിരാട് കോഹ്ലിയോട് തിരിച്ചു വരാനൊന്നും ഗംഭീർ പറഞ്ഞിട്ടില്ല. വിരാട് കോഹ്ലി വിശ്രമത്തിൽ തന്നെ ആണുണ്ടാവുക. ഈ പരമ്പരയിൽ അദ്ദേഹം ഉണ്ടാവില്ല. ഗംഭീർ പരിശീലകനായ ശേഷം വിരാട് കോഹ്ലിയോട് ഔദ്യോഗികമായി സംസാരിച്ചിട്ടില്ല എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. BCCIയും ഈ കാര്യം വിരാടിനോട്, ഗംഭീറിനെ കോച്ചാക്കുന്ന കാര്യം വിരാടുമായി ആശയവിനിമയം നടത്തിയിട്ടില്ല എന്നുമുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിന് കാരണം BCCI പറഞ്ഞത്, വിരാട് കോഹ്ലി ഇപ്പോൾ ആ കോർ കമ്മിറ്റിയിൽ, തീരുമാനങ്ങൾ എടുക്കുന്ന ക്യാപ്റ്റനും മറ്റുമൊക്കെ ഉൾപ്പെട്ട ആ കോർ കമ്മിറ്റിയിൽ ഇല്ല എന്നതുകൊണ്ടാണ് ഗംഭീറിനെ ഈ പരിശീലകനായി നിയമിക്കുന്ന കാര്യം വിരാട് കോഹ്ലിയുമായി ചർച്ച ചെയ്യാതിരുന്നത് എന്നാണ്. നമുക്കറിയാം, ഗംഭീറും കോഹ്ലിയും തമ്മിലുള്ള ബന്ധം പല കാലങ്ങളിലായി നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രതീക്ഷിച്ച പോലെ കോഹ്ലിയോട് ഗംഭീർ അകലം പാലിച്ചിരിക്കുകയാണ് എന്ന് വേണം കരുതാൻ. നേരത്തെ IPL-നിടെ തന്നെ നിരവധി തവണ ഏറ്റുമുട്ടിയവരാണ് കോഹ്ലിയും അതുപോലെ ഗംഭീറും. കയ്യാങ്കളിയിൽ വരെ എത്തിയ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിലുള്ള ബന്ധം അത്ര നല്ലതല്ല. കോഹ്ലിയെ ടെസ്റ്റിലേക്ക് മാത്രമായി ഒതുക്കാൻ ഗംഭീർ ഇനി ശ്രമിക്കുമോ എന്ന സംശയവും ആരാധകർക്കിടയിലുണ്ട്. കോഹ്ലിക്ക് പഴയ പിന്തുണ ഇപ്പോൾ BCCIയിൽ ഇല്ല എന്നതും ഇവിടെ ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു. അതേസമയം ഗംഭീറും രോഹിത്തും തമ്മിൽ അടുത്ത ബന്ധമാണുള്ളത്. താൻ നേരിട്ട ഏറ്റവും മികച്ച നായകൻ രോഹിത്താണെന്ന് ഗംഭീർ ഇടക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇരുവരും തമ്മിൽ നല്ല ബന്ധമുള്ളത് ഇന്ത്യൻ ടീമിന്റെ പ്രകടനത്തിലും ഗുണം ചെയ്യുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ കോഹ്ലിയുമായുള്ള ഗംഭീറിന്റെ അഭിപ്രായ ഭിന്നത വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായി പുറത്തു വരികയാണെങ്കിൽ അത് ഇന്ത്യക്ക് ദോഷമായി ഭവിക്കും. ഗംഭീറിനെതിരെ കോഹ്ലി പരസ്യ പ്രസ്താവനകളിലേക്കൊന്നും കടക്കാൻ സാധ്യതയില്ലെങ്കിലും ഇരുവരും തമ്മിൽ അകൽച്ച ഉണ്ടാവുകയാണെങ്കിൽ ടീമിനെയാണ് അത് കൂടുതൽ ബാധിക്കുക. അതുപോലെ T20 നായക സ്ഥാനത്തേക്ക് രോഹിത് ശർമ്മ ഇല്ലാത്ത ഒഴിവിൽ ഹാർദിക് പാണ്ഡ്യയെ കൊണ്ടുവരില്ലെന്നും പകരം സൂര്യകുമാർ യാദവ് ആകും നായകനാവുക എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ അതും വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഗംഭീർ ഇതേ നിലപാടുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ടീമിനുള്ളിൽ പരസ്പരം താരങ്ങൾ തമ്മിലുള്ള ഒരു ഭിന്നത സൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഗംഭീറിന്റെ പരിഷ്കാരങ്ങൾ കൂടുതലായി നമുക്ക് കാണാൻ സാധിക്കും. അവ വിവാദമാവുമോ എന്ന് നമുക്ക് കണ്ടറിയാം.